കുട്ടികളിൽ എങ്ങനെ വായനാശീലം ഉണ്ടാക്കാം, അതായത് റീഡിങ് ഒരു ഹാബിറ്റാക്കി കുട്ടികളെ എങ്ങനെ വളർത്താൻ പറ്റും പറഞ്ഞുതരാം. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വായിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് വായിക്കുന്ന ഇഷ്ടമേ അല്ല, ഒരു ബുക്കും വായിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോഴാണ് നോവൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഇരുന്ന എനിക്ക് എൻ്റെ ഒരു ടീച്ചർ, ക്ലാസ് ടീച്ചറായിരുന്നു, പുള്ളിക്കാരി മലയാളമായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിലെ മൊത്തത്തിൽ റീഡിങ് ഹാബിറ്റ് അല്ലെങ്കിൽ ഒട്ടുമിക്ക കുട്ടികളെ റീഡിങ് നോവലിൻ്റെ കഥ പറഞ്ഞു കൊടുക്കും. കഥ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ലയിച്ചിരിക്കുമായിരിക്കും കഥ കേൾക്കാനായിട്ട്. അങ്ങനെ കേട്ടിരിക്കുമ്പോൾ ടക്കെന്ന് പറഞ്ഞാൽ കഥ അങ്ങ് നിർത്തും. അതിനിങ്ങനെ നമ്മളിങ്ങനെ ബാക്കി എന്താന്ന് പറഞ്ഞിങ്ങനെ കേട്ടിരിക്കുന്ന സമയത്തായിരിക്കും കഥ നിർത്തുമ്പോഴത്തേക്ക് കുട്ടികളുടെ മനസ്സിലെ ആ ഒരു ക്യൂരിയോസിറ്റി അങ്ങ് ഉണരും. ഉണരുമ്പോഴത്തേക്ക് ഈ പിള്ളേർക്ക് കുട്ടികൾക്ക് പിന്നെ ഇതെന്താണ് ഇന്നുണ്ടായത്, എന്താണ് ലാസ്റ്റ് ഉണ്ടായതെന്ന് അറിയാനായിട്ടൊരു ഒരു സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഒരു പോയിന്റിൽ കൊണ്ട് നിർത്തിയിട്ട് ആ നോവൽ കൊണ്ടുവന്ന് ക്ലാസ്സിലങ്ങ് വെക്കും ടീച്ചർ. ക്ലാസ് വെക്കുമ്പോൾ എന്നിട്ട് പറയും, ഇനി ഇതിൻ്റെ കഥ കേൾക്കേണ്ടവർ എന്ത് ചെയ്യുക, നോവലെടുത്ത് വായിച്ചോളുക. നോവൽ എവിടെയാണ് നിർത്തിയത്, എവിടെയാണ് നിർത്തിയത്, ഏത് പേജിലാണ് നിർത്തിയതെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ തുടക്കം മുതലിരുന്ന് വായിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഓക്കെ നമ്മൾ വായിച്ചാലേ ടീച്ചർ പറഞ്ഞ് നിർത്തിയ സ്ഥലം കിട്ടി അവിടെ ഇരുന്ന് പിന്നെ വായിച്ചു തുടങ്ങി നമ്മളെന്താണ് കഥ തീരുമാനം വരെ വായിക്കും. അങ്ങനെ ഒരു 4-5 തവണ അല്ലെങ്കിൽ 4-5-6 തവണ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബുക്ക് വായിക്കുന്ന ഒരു ശീലം ഉണ്ടായി തുടങ്ങും കുട്ടിക്ക്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു രസം നമുക്ക് പിടിച്ചു തുടങ്ങും. പിന്നെന്താണ് അത് ചെറിയ ഹാബിറ്റായി കൊണ്ടുവരും. കുട്ടികളുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി തന്നെ വെച്ച് കുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ റീഡിങ് ഹാബിറ്റ്.